ഏതൊക്കെ അവസരത്തിൽ നാം തോറ്റുപോയാലും, മുന്നിലുള്ള എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയാലും, നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ, നമുക്കായി ഒരു പ്രതീക്ഷയുടെ പ്രകാശം തെളിഞ്ഞു വരും. ആ പ്രകാശത്തിന് നമ്മളിട്ട പേരാണ് ദൈവം. പേഷ്യന്റിനെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ സാർ. ചേട്ടാ, എന്താ റിസൾട്ട് കിട്ടിയോ? ഓ കിട്ടി. മോളെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? ചേട്ടാ തൊട്ട് വാ. ഓ പോയിട്ട് വരാം. റിസൾട്ടിൽ കുഴപ്പമൊന്നും കാണുന്നില്ല, ടെൻഷൻ അടിക്കണ്ട. ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും കുഴപ്പമുണ്ടാവോ ഡോക്ടറെ? 20-നല്ലേ നമ്മൾ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്? അതെ. ചേട്ടൻ തലേന്ന് എത്തിയാൽ മതി. ഇതറിഞ്ഞപ്പോൾ തൊട്ടൊരു മനസ്സിന് വല്ലാത്തൊരു ആദി. എന്തിന്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓ ദാ. ശരി. ശരി. ആള് ഭയങ്കര ടെൻഷനിലാണല്ലോ. ഇത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത കേസല്ലേ? അതെ, ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയ കുട്ടിയല്ലേ. റിസൾട്ടൊക്കെ പോസിറ്റീവാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ എല്ലാത്തിനും മുകളിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളില്ലേ, അയാളല്ലേ ബാക്കി. മനു എന്താ ലേറ്റ് ആവോ? ഞാനവനെ വിളിച്ചായിരുന്നു, അവ ഇറങ്ങിയെന്നാ പറഞ്ഞേ. എനിക്ക് മനുവിനെ കുറിച്ചോടത്ത് പേടിയാവുക. നിനക്ക് അവനോട് ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചൂടെ? എടി, അവന് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ അവളിനി അധികം നാൾ ഉണ്ടാവില്ലെന്നുള്ള കാര്യം മാത്രം അവ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എടാ, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? വിദ്യ ആയതുണ്ട്, ഞങ്ങളെന്ന് ഇറങ്ങാന്ന് കരുതി നിന്നതാ. വണ്ടി കിട്ടിയില്ലടാ, അതാ ലേറ്റായി. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനെന്നാ അവളെ ഒന്ന് കാണട്ടെ. ശരിടാ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമോ? ഓക്കെ, താങ്ക് യു. ശരിടാ. ഓക്കെ. പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ടാവോ? വാ. എന്താണ്? മനു എത്തിയല്ലോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാണോ? നിനക്ക് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അച്ഛൻ 2-3 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് പോവാ. ഇല്ലടാ, നാളെ വരാട്ടോ. ഞാൻ ഇറങ്ങട്ടെ. Okay. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതിപ്പോ ഏതമ്പലത്തിലെയാ? ഇത് ചെറുകുന്ന് ക്ഷേത്രത്തില്. ഇതാ കഴിച്ചു.
ഇതിപ്പോ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ അമ്പലത്തിലും പ്രസാദമായല്ലോ. ഇല്ലില്ല, ഒരമ്പലത്തിനും കൂടെ പോകാനുണ്ട്. മാനന്തവാടി, വള്ളിയൂർക്കാവ്. എന്തേ അവിടെയല്ലോ ചോദ്യങ്ങള്. മനു, നിനക്കിപ്പോഴും എന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയാണല്ലേ? നിങ്ങളിനി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കരുത്. അത് വെറും കല്ലാണ്. ജിജു, എന്താ ഒരു മണം വരുന്നേ? ഈ വീട്ടിലെന്താ രണ്ടടുക്കളയോ?
വേണോ ജിജോ? മൊത്തത്തിൽ ഒഴിച്ച് കത്തിക്കാൻ? ലിസിമോളെ സോറി, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു, ശ്രദ്ധിച്ചില്ല. എന്ത് ഇമ്പോർട്ടന്റ് സീൻ ജിജോ? കൊച്ചെങ്ങാനും വന്നാ സിഗരറ്റ് ഊറ്റിയിൽ ചവിട്ടിയാലോ? മിണ്ടാൻ വയ്യാത്ത കൊച്ചാ, അവള് കരഞ്ഞാലെങ്കിലും നീ അറിയോ? അല്ല, അവള് ഹാളിലിരുന്ന് കളിക്കുമല്ലേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് നിർത്തി. നിനക്ക് എന്റെയും മോളുടെയും കാര്യം നോക്കാൻ നേരമില്ലാന്ന് നീ ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിക്ക്. എടി, അതിനിവിടെ എന്താണ് സംഭവിച്ചത്? നിനക്ക് ഇപ്പോഴും ഇത് നിസ്സാരമാണല്ലേ? എന്ത് നിസ്സാരം? നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ? ഇവിടുന്ന് പോയ ഒരൊറ്റ പോക്കാ. ഞാനും മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നിനക്ക് അറിയണ്ട. ഏത് നേരവും സിനിമ സിനിമ സിനിമ, അത് മാത്രം മതി. എടി, നീ ഇപ്പൊ പറഞ്ഞത് ഇവിടെ സംഭവിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രക്ഷപ്പെട്ടു, നല്ല ടൈം. ഹലോ, എന്താ? ഹലോ അമ്മേ. മോളെ, അവൻ സമ്മതിച്ചോ? ഇല്ല, എവിടുന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കാം. കേട്ടില്ലെങ്കിൽ ഞാനും മോളും 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആ അമ്മ, ഞാൻ കറിയൊന്നും വെച്ചില്ല, കൊച്ചിനൊന്നും കൊടുത്തുമില്ല. ഞാൻ വിളിക്കാം. ശരി എന്നാ. തുടങ്ങി അവൾ അപ്പനെ പോലെ ഇപ്പൊ തന്നെ ക്യാമറയും കൊണ്ട്. ഇങ്ങ് താവച്ചേ തരാൻ. മോളെ ലിസി, എന്താ നിന്റെ പ്രശ്നം? ഇതെന്താന്നറിയോ? സൂക്ഷിച്ചു നോക്കണ്ട, അടയ്ക്കാനുള്ള ബിൽസും ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസുവാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് അടക്ക്. ഞാൻ ശ്രമിക്കാതിട്ടൊന്നും അല്ലല്ലോ, എന്നെ കൊണ്ട് പറ്റുന്നതനുസരിച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. ജിജു, നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിന്റെ ഈ ഓവർ കോൺഫിഡൻസും അഹങ്കാരവും. എടി, ഞാൻ എന്താ അഹങ്കാരം കാട്ടിയെന്നാ നീ നിന്നോട് പറയുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ സിനിമാ കാര്യം ചെയ്തോ. പക്ഷെ ഇപ്പത്തെ ഈ സാഹചര്യത്തിൽ നിനക്കൊരു ജോലി അത്യാവശ്യമാ. പിന്നെ ഈ പ്രാരാബ്ദം പറച്ചിലിന്റെ ഒരാവശ്യം ഉണ്ടാവില്ല. നിനക്ക് എന്നെ ഒരു വിലയും കാണൂല. പക്ഷെ ഞാനൊരു ഡയറക്ടറാണ്. ഞാൻ വേറെ പണിക്ക് പോയാല് എനിക്ക് എന്റെ ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മോളെ ലിസി, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിനക്കും കൂടി വേണ്ടിയല്ലേ? മോനെ ജിജോ, ആദ്യ പടം ഹിറ്റായപ്പോ തന്നെ ഓന്തിനെ പോലെ നിന്റെ സ്വഭാവം മാറിയത്. എന്നെ എന്റെ മോളെ നീ മൈൻഡ് ചെയ്തിട്ടില്ല. അതിനുള്ള ദൈവം നിനക്ക് കണക്കിന് തന്നല്ലോ. അടുത്ത 2 പടവും ഇറങ്ങിയ പിറ്റേന്ന് തന്നെ ടിവിയിൽ വന്നില്ലേ? പിന്നെ നിനക്ക് വേറെ പണിക്ക് പോകുമ്പോ ശ്രദ്ധ പോകുന്നത്. നിനക്ക് സിനിമ വിട്ട് വേറെ പണി ചെയ്യാൻ പറ്റില്ല, അത്ര തന്നെ. ആടി, എനിക്ക് വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. ഈ സിനിമയുടെ പുറകെ നടന്നിട്ടാണ് ഞാൻ ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. അവിടെയാണ് നീ സുഖമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ ബാക്കിയോട് പറ ജിജു. എനിക്കേ നല്ല അന്തസ്സുള്ളൊരു ജോലി ഉണ്ടായിരുന്നതാ. എന്റെ മോളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്നത്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും ആരുടെയും കാൽ കീഴിലൊന്നും കിടക്കേണ്ട അവസ്ഥ എനിക്ക് വരില്ല. സുഖിച്ചല്ലേ? സുഖിച്ച്. ഞാൻ ഈ സുഖിച്ചു കഴിയുന്ന വീടില്ലേ, ഈ വീടിന്റെ ആധാരം ബാങ്കിലാ. ഇങ്ങനെ പോവാണെങ്കിൽ ഈ വീട് അടുത്ത് തന്നെ ബാങ്കുകാർ കൊണ്ടുപോയിക്കോളും. മോളെ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ അടുത്ത പടം എന്തായാലും ഹിറ്റാവും. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതും പൊട്ടൊന്നും വെളുപ്പ് കാണിച്ചത്. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നീ അല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ തന്നെ പഠിപ്പിച്ചേ. എനിക്ക് മതിയായി ജിജോ, എനിക്ക് മടുത്തു. വാ. ഇട്, വേഗം ഇട് കൊച്ച്. ലിസി, ലിസി എടി, പോലെ ഒന്ന് ഇടുവോ? ഞങ്ങള് കൊണ്ടാക്കുന്നോ അതോ കിട്ടുന്ന വണ്ടി കയറി പോണോ? വേണ്ട, ഞാൻ കൊണ്ടുവിടാം.
ഇറങ്ങ. നീ പോയാ ഞാൻ ഒറ്റയ്ക്ക് രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നോ, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഇതാരൊക്കെയോ വന്നിരിക്കുന്നേ? എടിയേ, ജിജോ മോളും വന്നിരിക്കുന്നോ? വാ മോളു. നീ എന്താടാ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറുവാടാ. എനിക്ക് പോയിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അതെന്തു പോക്കാടാ? വന്നിട്ട് ചായ കുടിച്ചിട്ട് പോ. വാ വാ. പുതിയ പടത്തിനെ പറ്റി ചോദിക്കാണ്ടിരുന്ന മതിയായിരുന്നു. പിന്നെ പുതിയ പടത്തിന്റെ കാര്യമൊക്കെ എന്തായി? ഒരെണ്ണം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അതിന് പേരെന്തായിട്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്. ഹലോ ജിജോ, നീ പറഞ്ഞ കഥ 2-3 മിനിറ്റ് ഡിസ്കസ് ചെയ്തു. അത് ശരി. അത് വർക്ക് ആവില്ലടാ, നമുക്ക് വേറെ നോക്കാം. ഓക്കെ ഓക്കെ. എന്തിനു പേരിടുന്ന കാര്യോ പാപ്പ? അല്ല, ഇവന്റെ പുതിയ പ്രൊജക്ടിന്റെ. ആ, ജനിക്കാൻ പോകുന്ന കൊച്ചിന് പേരിടുന്നോ ഓക്കെ. ജനിക്കൂലെന്ന് ഉറപ്പുള്ള കൊച്ചിന് പേരിടേണ്ട ആവശ്യമുണ്ടോ? നിർത്തിക്കോ. നീ രാവിലെ തുടങ്ങിയതാണല്ലോ ഓരോന്ന് പറഞ്ഞു ചൊറിയാൻ. അത് ശരി. അപ്പൊ രാവിലെ തന്നെ രണ്ടാളും കൂടി തെറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ? അല്ല പാപ്പ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സമയമാകുമ്പോ ശരിയായിക്കോളൂടാ, നീ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തോ? അവിടെ വീട്ടില് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ പ്രശ്നം വീട്ടിൽ തന്നെ തീരണോന്ന്, അല്ലാണ്ട് കണ്ടവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കല്ല വേണ്ടത്. അപ്പൊ ഞങ്ങളൊക്കെ നിനക്ക് കണ്ടവരാണല്ലേ ജിജോ? ഒരിക്കൽ ധനവാനായ ഒരു മനുഷ്യൻ കാടിനുള്ളിൽ ഒരു വീട് പണിതു അവന്റെ മകന് വേണ്ടി. പക്ഷേ മകനോ ഓരോ മരങ്ങളുടെയും തായ് വേരുകൾ അവൻ അറുത്തുകൊണ്ടിരുന്നു. അവൻ അറിഞ്ഞില്ല അവൻ അറുത്തുകൊണ്ടിരുന്നത് അവന്റെ കുടുംബത്തിന്റെ തായ് വേരാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. പിന്നീടുണ്ടായ ഒരു മഹാമാരിയിൽ വേരോട്ടമില്ലാത്ത അവന്റെ മണ്ണും വീടും ഒലിച്ചുപോയി. അങ്ങനെ സ്വന്തം വീടിന്റെ തായ് വേരിറക്കുന്ന ഓരോ മഹാന്മാരും ഓർത്തോളുക, നിന്റെ നാശം അടുത്തിരിക്കുന്നു. ചേച്ചി ഒരു കിങ്സിന്റെ പാക്കറ്റ്. ഏ മനുഷ്യ, സ്വാർത്ഥത നിറഞ്ഞ നിന്റെ മനസ്സും കുടുംബത്തെ മറന്നുള്ള നിന്റെ ജീവിതം എല്ലാം അവൻ കാണുന്നു. ഇനിയും അവന്റെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ നിനക്കു നാശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ, നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുവാൻ അവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നീ അനുഭവിക്കുന്ന കഷ്ടത ദൈവം നിനക്ക് തന്ന ശിക്ഷയാണ്. ഉന്നതങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കായി അവൻ അവിടെയുണ്ട്, നിങ്ങൾക്കായി അവൻ ഹലോ. ആ എന്തായി? സാറേ, ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, ഉടനെ റെഡിയാവും. എടാ, കയ്യിലുള്ള പ്രൊഡക്ഷനും പോയി ഞാൻ ആ കൺട്രോൾ വിട്ട് നിൽക്കുവാണ്. എനിക്കത് എത്രയും പെട്ടെന്ന് സെറ്റാക്കി താ. മനസ്സിലായോ? നോക്കുന്നുണ്ട്.
ദൈവമില്ല എന്ന് പറഞ്ഞ് സിനിമ എടുത്ത ജിജോയ്ക്കൊക്കെ ഇപ്പൊ സുഖവാ. നീ കാട്ടിക്കൂട്ടിയതെല്ലാം നിനക്ക് ദൈവം തന്നതാണോ? ദൈവം. നീ ഇനി മേലാ സിനിമ എടുക്കരുത്. ജിജോ, എന്റെ പടത്തിന് പൈസ മുടക്കുന്നതും വിഷം വാങ്ങി കുടിക്കുന്നതും ഒരുപോലെ. അതിനുള്ള ദൈവം നിനക്ക് കണക്കിന് തന്നല്ലോ. മനുഷ്യ സ്വാർത്ഥത നിറഞ്ഞ നിന്റെ മനസ്സും കുടുംബത്തിൽ നടന്നിരുന്ന നിന്റെ ജീവിതം എല്ലാം അവൻ കാണുന്നു. നീ അവന്റെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ നിനക്കും ആശ. അവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നീ അനുഭവിക്കുന്ന കഷ്ടത ദൈവം നിനക്ക് തന്ന ശിക്ഷയാണ്. ഉന്നതങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കായി അവൻ അവിടെയുണ്ട്. നിങ്ങൾക്കായി അവൻ അവിടെയുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോടാ നീ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാറടിക്കാവിലെ 8 മണി. ഇതെന്റെ സ്ക്രിപ്റ്റ് അല്ലേ? ഇത് നിനക്ക് അവിടെ നിന്ന് മോനെ കോനൊക്കെ നീ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. വല്ല ചാൻസ് ചോദിച്ചു വന്നാണെങ്കിൽ ഇതല്ല അതിന്റെ രീതി. അല്ല ഈ പൂട്ടി കിടന്ന വീട്ടിൽ താനെങ്ങനെ കയറി? ഇറങ്ങണോ? ഇറങ്ങും. പോലീസോട്ടെ കാണിച്ചു. മോനെ ജിജോ, ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് നീ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നീ എനിക്ക് ചാൻസ് തന്നാൽ മതി. മനസ്സിലായില്ല അല്ലേ? ചിലപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. മനസ്സിലായോ? എടാ കുറ്റിയിട്.
കുറച്ചു മുന്നേ എന്നെ നോക്കി എന്താ കാണിച്ചത്? ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിക്കടാ. ഇട്ടിക്കുന്നേൽ വർക്കിടം മോനെ. എടാ ജിജോ, ഇവിടെ എന്തോന്ന് ഫോട്ടോസാണ് ഇതൊക്കെ. അവന്റെ ഓരോ കോപ്രായത്തരങ്ങള്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടോ, താൻ മേലോട്ടൊക്കെ ഉണ്ടാക്കിയതേ എന്നോടാ, മനസ്സിലായോ? അല്ല, വിശ്വാസമായില്ല അല്ലേ? അത് പിന്നെ ആദ്യത്തെ സിനിമ ഇട്ടാൽ നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? എന്തു ചെയ്യാന്ന് പറഞ്ഞേ? ദൈവം എൻ്റെ ആദ്യത്തെ പടം ഹിറ്റാക്കി തന്നാല് 101 മെഴുകുതിരി കത്തിച്ചേക്കാവേ. ഇവിടെ അതുപോലും ചെയ്യാൻ പറ്റാത്ത നീ കഴിഞ്ഞ ദിവസം എന്താ നേർന്നത്? ദൈവമേ, എൻ്റെ സിനിമയുടെ കാര്യം ഒന്ന് റെഡിയാക്കി തന്നാൽ ഞാൻ പള്ളിയിൽ വന്നൊരു 5 റൗണ്ട് 3 റൗണ്ട് മുട്ടയിൽ നടന്നോളാം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത നിന്റെ അടുത്ത് ഞാൻ വന്നിട്ട് നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? അയ്യോ ബ്രോ, അത് താങ്കളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? നീ എന്തെങ്കിലും വിളിക്ക്. അപ്പോൾ ഈ നേർച്ച നടത്താത്തതുകൊണ്ടാണല്ലേ ബാക്കി 2 പടങ്ങൾക്ക് പണി കൊടുത്തത്? അല്ല, ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം? ജിജോ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അത് ശരി, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. അല്ല, അതുകൊണ്ട് എനിക്കെന്താ ഗുണം? എനിക്കെന്താ വേണ്ടത് ദൈവം ചോദിച്ചിരുന്നെങ്കിൽ? നിനക്കെന്ത് വേണം? അടിപൊളി, ചോദിച്ചു. എത്ര എണ്ണം ചോദിക്കണം? ഒരു 5 എണ്ണം? അല്ല വേണ്ട, എനിക്ക് ഒരു 3 വരെ തരാമോ? വേണ്ട, ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ വേറെ ആളുകളുണ്ട്. 3 വരായിട്ട് ഇറങ്ങിയിരിക്കുക. അല്ല ബ്രോ, ഒരു ചാൻസ് ചെയ്യണേ നമ്മളത് യൂസ് ചെയ്യണമല്ലോ. ദൈവത്തിൻ്റെ അവസ്ഥ അറിയാലോ. അവസ്ഥ അല്ലേ? നീ ഒരുപാട് നേരം നിന്ന് നിലവിളിക്കുന്ന കണ്ട നിനക്കൊരു സിനിമ ചെയ്യാൻ അവസരം തന്നതും അത് വിജയിപ്പിച്ചതും. എന്നിട്ടോ ലിസി പറയുന്നല്ലോ, ഓന്ത് നിറം മറന്ന പോലെയല്ലേ നിന്റെ സ്വഭാവം മാറുന്നത്? പറ്റിയത് പറ്റി. ഞാൻ അത് കുറച്ചു മുമ്പ് നന്നായി. ഇനി ദൈവം പറഞ്ഞ എന്തും ഞാൻ ചെയ്യും, എന്തും. എന്നാ ഞാൻ നിനക്കൊരു വരം തരാം. അയ്യോ, ഞാൻ ടോട്ടൽ 3 വരെ പറഞ്ഞത്. തൽക്കാലം ഇത് മതി. അല്ല മതി, ഞാൻ ഒന്നിച്ച് മാനേജ് ചെയ്തോളാം. ഞാൻ എന്താ ചെയ്യണ്ടേ? അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അല്ല കുഴപ്പമില്ല, എന്താ ചെയ്യേണ്ടത് പറ, ഉടനെ എക്സിക്യൂട്ട് ചെയ്ത് തരാം. വാ പറയാം. ഇങ്ങർക്കിത് പറഞ്ഞാൽ പോരെ, ചുമ്മാ പട്ടി ഷോ. അല്ല, എന്നാ പിന്നെ ദൈവത്തിന് തന്നെ അതൊക്കെ ചെയ്താൽ പോരെ? അത് പറ്റില്ല, നീ തന്നെ ചെയ്യണം. നിങ്ങളൊക്കെ പറയാറില്ലേ നിന്നെ ദൈവമായിട്ട് എത്തിച്ചാന്നൊക്കെ? ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. എനിക്ക് വ്യക്തമായി അങ്ങ് പിടുത്തം കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ വഴിയെ മനസ്സിലാക്കിക്കോളാം.
അല്ലാതെ നോക്കണ്ട, ലിസി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്കെല്ലാം വിശപ്പുണ്ട്, പോണ വഴിക്ക് കഴിക്കാം. നിന്റെ ആഗ്രഹം എന്താന്നാ പറഞ്ഞേ? അത് ദൈവമേ, അതൊന്ന് കണ്ണടച്ച് മനസ്സിലാലോചിക്കും. വൈ നോട്ട്? എന്റെ അടുത്ത പടത്തിന്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കി തരണേ. അതൊരു സൂപ്പർ ഹിറ്റ് അടിക്കണേ, ഒരു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ. പെട്ടെന്ന് ഇറങ്ങാൻ സമയം പറയായി. ഒരു ജോഡി ഡ്രസ് എടുത്തോ. ഒന്നോ രണ്ടോ കൊടുക്കുക, അതിനിപ്പോ എന്താ? തലവര തെളിഞ്ഞിതാ എന്റെ മാവ് പൂത്തേ ടാൻ 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 ടാൻ. വന്നു. ഈ നോട്ട് പാഡൊക്കെ എടുത്ത് എങ്ങോട്ടാടോ? ദയവായിട്ടാണല്ലോ യാത്ര. അപ്പൊ എന്തെങ്കിലും ഫാന്റസി സബ്ജക്റ്റ് ഐഡിയ കിട്ടിയാല് അടുത്ത സിനിമയായിട്ട് കാച്ചാലോ. മോനെ ജിജോ, നിന്റെ ജീവൻ തന്നെ വലിയൊരു കോമഡിയാണ്. അതൊരു സിനിമയാക്കിയ സൂപ്പർ ഹിറ്റാ. എനിക്കിട്ട് താങ്ങുന്ന കാര്യത്തില് ദൈവം ലിസി രണ്ടുപേരും കണക്കാ. കണക്കാ. മനുഷ്യന്റെ പ്രൈവസിയും പോയി. എന്റെ പൊന്നോ കേറ്. എന്തൊക്കെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ കേട്ട് കാണുമല്ലേ? പണി പാളി. മറ്റേ പട്ടിഷയുടെ കാര്യം മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഇല്ല. ഒരു പാട്ട് വയ്ക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഭക്തിഗാനൊന്നും സ്റ്റോക്കില്ല കേട്ടോ, സോറി. പകൽ വെയിൽ വീണിടും വഴിയേ തെളിഞ്ഞിടും മാറ്റേറും ചിരിയാൽ മുകിൽ ചുരം കേറിയിടാൻ വരവായി ചലിയാ. പകൽ വെയിൽ വീണിടും വഴിയേ തെളിഞ്ഞിടും മാറ്റേറും ചിരിയാൽ മുകിൽ ചുരം കേറിയിടാൻ വരവായി. എന്താ ഇവിടെ? ചെറിയൊരു കാര്യമുണ്ട്, ഇപ്പൊ വരാം. അമ്മച്ചി 101 എഴുതി. അത്ര ഇല്ലല്ലോ മോനെ, 80 എണ്ണേ ഉള്ളൂ. ഇത്രേ ഉള്ളോ? വേറെ ഇല്ലേ? ഇല്ല, തീർന്നു. എത്രയായി? 150. ഹായ്. ഇന്ന് ഇംപ്രസ് ചെയ്ത് ഞാൻ കൊല്ലും. കയ്യൊന്ന് ഇടിക്കേ. ഇതെന്താ? നേരിട്ട് തന്ന 101 മെഴുതിരികളുടെ കണക്കിന് പറയില്ലല്ലോ. ഒരു 21 കുറവുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അവിടെ കടം. ഇതവിടെ കൊണ്ടേ കത്തിക്കാന്ന് പറഞ്ഞേ? പള്ളിയിൽ. എന്നാ അതവിടെ കൊണ്ടേ കത്തിക്ക്. അവിടെ നേർച്ചകള് നേരിട്ട് അക്സെപ്റ്റ് ചെയ്യാറില്ലേ? അറിയില്ലായിരുന്നു. ദൈവമേ, എൻ്റെ പടം ഹിറ്റാവണിൽ ഞാൻ 101 മെഴുകുതിരി കത്തിച്ചോളാമേ. നേരുന്നത് കൊള്ളാം, നടത്തേക്കണം. കർത്താവേ, ഉറപ്പായി കത്തിച്ചോളേ. ഇനി അതിരില്ല, തടമതിലില്ല, കടലര പോലെ അതിലതിലെ അലയാലോ. പുതുവഴിയല്ലേ, പല തുണയില്ലേ, ചിരിച്ചിടാറില്ലേ, മനമറിയാതുണരുന്നേ. കനവുകളോ വിരിയുന്നേ. मेरे यार के दामन में
വണ്ടി ഒന്ന് നിർത്ത്. എന്ത് പറ്റി? ആളെ ഒന്ന് കയറ്റ്. അങ്ങനെ പരിചയമില്ലാത്തവരെ വണ്ടിയിലൊന്നും കയറ്റാൻ പറ്റില്ല. കാലം മാറി, സീനാവും. ഞാനല്ലേ പറഞ്ഞത്, നീ വണ്ടി നിർത്ത്. സാറേ, ഞാനിവിടെ കുറെ സമയമായിട്ട് നിൽക്കുന്നു, വണ്ടിയൊന്നും നിർത്തുന്നില്ല. എനിക്ക് ആ ടൗൺ വരെ ലിഫ്റ്റ് തരുമോ? പിന്നെ കയറിക്കോളൂ. താങ്ക് യു. എങ്ങോട്ടാ? എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാ. അവക്കുള്ള ഫുഡും കൊണ്ടുപോവാ. വൈഫിനെന്താ അസുഖം? അവക്കെന്താ അസുഖം എന്ന് ചോദിച്ചാ ഇല്ലാത്ത അസുഖമൊന്നുമില്ല. ചേട്ടാ, അവിടെ നിർത്തിയാൽ മതി. ചേട്ടാ, താങ്ക്സ് കേട്ടോ. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ കഴിക്കാറില്ല. മഞ്ജുവിന് കൊടുത്തോളൂ. ശരി. അല്ല, അതിന് മഞ്ജുവിൻ്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നു. പകൽ വെയിൽ വീണിടും വഴിയേ തെളിഞ്ഞിടും മാറ്റേറും ചിരിയാ മുകിൽ ചുരം കേറിടാൻ വരവാ. അതെ, വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. ഓ, അനന്തശയനം. മനമറിയാതുണരുന്നേ താങ്കൾ ദൈവമാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറുന്നത്? ഒരിടത്ത് ഇരുന്നൂടെ? അല്ല, ദൈവത്തിന് വണ്ടി ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? ഞാനെന്താ മെക്കാനിക്കോ? അയ്യോ, അങ്ങനെയല്ല. അപ്പോഴത്തേക്ക് യുഗം ഓടിച്ചു. എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ല, മെക്കാനിക്ക് വേണ്ടി വരും. ദൈവരേഹി നോക്കുന്നതാ. താൻ കയറടോ. ശരിയോ? സകലകല വല്ല ജിജോ. ഓ, അപ്പോഴേക്കും അവിടെ എത്തിയോ? നീ 3 വരം ചോദിച്ചില്ലേ? എന്തൊക്കെയാ അത്? എന്തേ ഇപ്പൊ തരാനാണോ? അപ്പൊ ദൈവത്തിന് എന്നെ ബോധിച്ചല്ലേ? അതിനൊന്നല്ല, വെറുതെ എന്റെ മനസ്സിലിരിപ്പൊന്നറിയാൻ വേണ്ടി ചോദിച്ചാ. അതൊന്നുമില്ല. ഒന്നാമത്തത്, ബാഹുബലി പോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം പിടിക്കണം. പിന്നെ ഒരു ഓസ്കർ കിട്ടിയാൽ കൊള്ളാതുണ്ട്. അത് കൂടാണ്ട് ഒന്ന് ഹോളിവുഡിൽ പോയി ഒരു പടം പിടിച്ച എന്റെ കണ്ടന്റ് അങ്ങനത്തെ. അല്ലല്ല, അത്രേ ഉള്ളൂ. ഈ ചെറിയ 3 കാര്യങ്ങളേ ഉള്ളൂ. ദൈവത്തിന് ഇതൊക്കെ നിസ്സാരമല്ലേ? പിന്നെ ദൈവമേ, ഈ ജെൻസി പിള്ളേർ കൂടെ എന്റെ പടം ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ എങ്ങനത്തെ കഥയാണ് എഴുതേണ്ടത്? അതിന് നീ എഴുത്ത് നിർത്തിയാൽ മതി. ഇവിടെ നിർത്ത്. ഇവിടെയാ?
വാ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഇത് കള്ള് ഷാപ്പല്ലേ? ദൈവം എങ്ങനെ അടിക്കുവോ? ദൈവത്തിൻ്റെ കൂടെ കള്ളു കുടിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ ഞാനായിരിക്കും. നൈസ് ആംബിയൻസ്. വിനോദേട്ടോ, കഴിക്കാൻ എന്തുണ്ട്? ആ എനിക്ക് കപ്പയുണ്ട്, പോത്തുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. ഏതാ വേണ്ടേ? 2 കപ്പയും 2 ബീഫും. അല്ലേ? ഞാൻ വെജിറ്റേറിയൻ ആണേ. ആ അതിനെന്താ ചമ്മന്തി തരാലോ. അല്ല, ഇതിനു മുമ്പ് നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നെ അറിയോ? ഞങ്ങളറിയാൻ വഴിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ചേട്ടനെ നല്ലപോലെ അറിയാം. ചേട്ടൻ വൈറലല്ലേ യൂട്യൂബിലൊക്കെ? എനിക്ക് വയ്യ. വരുത് 2 കുട കൊടുക്കട്ടെ? എടുത്തു. അല്ല വേണ്ട വേണ്ട വേണ്ട, ബീഫും കപ്പയും മാത്രം. ഓ ചിത്രക്കൊച്ചെ, ഇങ്ങ് വന്നേ. എന്തായി വരയ്ക്കുന്നേ? ഞാൻ 2 പ്ലേറ്റ് എടുത്ത്. നോക്ക്, നന്നായിട്ടുണ്ടല്ലേ? ആഹാ, കൊള്ളാലോ. മോളുടെ അസുഖം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല സാർ. വരെ ഒരു ഓപ്പറേഷൻ വേണം. അതിനുള്ള കാശൊക്കെ ഞാൻ അവിടുത്തെ ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിച്ചിട്ട് വേണം ഇവിടെ സ്കൂളിലൊന്ന് വിടാനായിട്ട്. ആ ഇവളാണെങ്കിൽ ദിവസവും സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്തോണ്ടിരിക്കേ. എല്ലാം ശരിയാവുന്നേ. നീ മോള് പാടുന്ന കേട്ടിട്ടില്ലല്ലോ? ഇല്ല. ചിത്രക്കൊച്ച, ചേട്ടൻ മോളുടെ പാട്ട് കേട്ടിട്ടില്ല. ഒരു നല്ലൊരു പാട്ടങ്ങ് പാടിക്കൊടുക്ക്. പാടുമോളെ. കാറ്റിലാടി നീർത്തുലയും ദീപനാളമേ, നീ തീർത്തണഞ്ഞു പോയിടാതെ പൊൻവെളിച്ചമേ. കാറ്റിലാടി നീർത്തുലയും ദീപനാളമേ,
ജിജോ, ആ കുട്ടിക്ക് ഇനി 15 ദിവസത്തെ ആയുസേ ഉള്ളൂ. ദീപനാളമേ നീ തീർത്തണഞ്ഞു പോയിടാതെ പൊൻവെളിച്ചമേ. ആഹാ ദൈവത്തിന് ആ മോളെ രക്ഷിച്ചൂടെ? അത് ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാ നിന്റെ വരെടുത്ത് കൊടുക്കട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ, അങ്ങനെയൊന്നും നടക്കില്ല. ആ കൊച്ചു എന്ത് തെറ്റ് ചെയ്തിട്ടാ? എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് ജിജോ. ചേട്ടാ, എത്രയത്? 2 കപ്പ് ഒരു ബീഫ് 180. 180. ഇതാ സാറേ. ചേട്ടാ ടെൻഷൻ അടിക്കണ്ട, ഓപ്പറേഷൻ എന്നാ നടക്കും. ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്താ സാറേ കാര്യം? എല്ലാം പുള്ളിക്കാരൻ്റെ കയ്യിൽ. അത് ശരിയാ. ചേട്ടൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. ഓ, മൂപ്പര് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ശരി എന്നാ ഇറങ്ങട്ടെ. ശരി സാറേ. ആ കൊച്ചിന്റെ അസുഖം മാറ്റിയല്ലേ? എന്ത്? അല്ല, ഞാൻ കണ്ടു തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത്. അതതിനൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അവരുടെ ഏക പ്രതീക്ഷ കൊച്ചാണ്. ആ കൊച്ചിന്റെ അസുഖം ഒന്ന് മാറ്റി കൊടുത്തൂടെ? നീ അധികം ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട കേട്ടോ. വെറുതെ അല്ല ദൈവമില്ല ദൈവമില്ലെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ അസുഖം ആര് മാറ്റുന്നാ പറഞ്ഞ? ദൈവം. അത് ഞാനല്ലേ? അപ്പൊ ഞാനത് നോക്കിക്കോളാം. നീ എന്താ മുഖം വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അത് വിട്. ആ കുട്ടിയുടെ അസുഖം ശരിയാവും. എങ്ങനെ? ഞാൻ കൊടുത്ത ആ ചോക്ലേറ്റില്ലേ, അതാണ് ആ കുട്ടിയുടെ അസുഖത്തിന്റെ മരുന്ന്. അപ്പൊ മനുവിന് കൊടുത്തതും? ഇതെന്താ പതിവില്ലാതെ ചോക്ലേറ്റ് ഒക്കെ? വരുന്ന വഴിക്ക് ഒരാള് തന്ന. അയാളെ കാണാൻ എന്തോ ഒരു പ്രത്യേകത പോലെ. അപ്പൊ ഈ വിധി അതൊക്കെ നമുക്ക് മാറ്റാം. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ജിജോ, ഈ മതത്തിന്റെ പേരിലുള്ള മനുഷ്യരുടെ ആക്രമണങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഭൂമി എന്നെ ഇല്ലാതാക്കിയാലോ എന്ന് തോന്നും. പിന്നെന്താ ചെയ്യാത്തത്? നന്മയുള്ള ആളുകളും ഉണ്ടോ ഇവിടെ? എനിക്കൊരു കാര്യം അറിയണം. എന്താ? ഈ സ്വർഗവും നരകവും ഒക്കെ ഉള്ളതാണോ അതോ വെറും വിശ്വാസം മാത്രമാണോ? അല്ലത് ചെരിയിലൊതുക്കളയല്ലേ. എനിക്കതിൻ്റെ ഉത്തരം വേണം. അങ്ങനെ ഉത്തരം പറയാൻ പാടില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ജിജോ. അതിലൊന്നാണിത്. അതെന്താ? നിങ്ങൾ മനുഷ്യർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയില്ലേ, അങ്ങ് ഭൂമിക്ക് പുറത്തു വരെ. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഇപ്പോഴും എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല.
സ്വർഗത്തിലും നരകത്തിലും നീ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഉണ്ട്. നിനക്കും സമൂഹത്തിനും നല്ലതെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ വിശ്വസിക്കുക, ഒന്നിലും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ദൈവമേ, നല്ല ഡയലോഗാണല്ലോ. ഞാൻ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. എഴുതിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കും, മനസ്സിലാക്കി ജീവിക്കാനാ പാട്. പോവാം. അല്ല, ഇതിപ്പോ കുറെ ആയല്ലോ നമ്മൾ ഇറങ്ങിയിട്ട്. എങ്ങോട്ടാ? വഴി തെറ്റുമ്പോ ഞാൻ പറയാം. ഓ, ആരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ആ കള്ള് ഷാപ്പിൽ കണ്ട ആളാണത്. അയാളെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? നീ വേഗം വണ്ടി വിട്, അല്ലെങ്കിൽ അയാൾ കയറിപ്പോവും. അയാൾ കയറിപ്പോട്ടെ, അതിനിപ്പോ എന്താ? നീ അയാളൊന്ന് സൂക്ഷിച്ചു നോക്ക്. അതാണ് മരണം. വണ്ടി ഇവിടെ സൈഡാക്ക്. ദേ, അവനാണ് ആള്. അവനാണ് ആളെന്ന് പറഞ്ഞ? ഇനി 3 മിനിറ്റ് സമയമുള്ളൂ. നീ വേഗം ചെന്ന് അവനെ രക്ഷിക്കണം. രക്ഷിക്കാനോ? ഞാനോ? ജിജോ, ഇതാണ് നീ എനിക്ക് ചെയ്തു തരേണ്ട കാര്യം. അതിപ്പോ അല്ല, അവനെന്തിനാ?
സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. തനിക്കെന്തോ വേണ്ടേ? അതൊക്കെ പിന്നെ പറയാം. നിനക്ക് ചത്തിട്ടെന്താ ഇത്ര അത്യാവശ്യം? അതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഉണ്ട്. അതിന് താനാരാ? അത് നിന്നെ രക്ഷിക്കാനായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്ന. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറെ വെള്ളം കുടിച്ചാലേ കുറച്ച് കഴിയുമ്പോൾ നേരായിക്കോളും. നിന്നെ എന്തായാലും ഞാൻ ചാവാൻ സമ്മതിക്കില്ല. മനസമാനായിട്ടൊന്ന് ചാവാനും സമ്മതിക്കൂല. ഒന്ന് പോടോ. താ ഒരു ഡയറക്ടറല്ലേ? മനസ്സിലായല്ലേ? എന്തോ ഉളപ്പടങ്ങളോടോ താഴ്ത്തു വെച്ചേക്കുന്നേ. മനുഷ്യന്മാർക്ക് മനസ്സിലാവണ വല്ല പടവും താഴ്ത്തിട്ടുണ്ടോ? എന്റെ പടം മനസ്സിലാവണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. ആ, തലയ്ക്കകത്ത് വല്ല ഉണ്ടല്ലോ പടം പോട്ടണേ അല്ലേ? നീ അതുകൂട്. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. നീയല്ലേ പ്രശ്നം. നീ ആണെങ്കിൽ നിന്റെ വീട്ടുകാരെ പോന്ന് കാണണം. എന്തിന്? അവരും അറിയട്ടെ അവരുടെ മോൻ്റെ വീരസാഹസത്തെ പറ്റി. അവർക്ക് അഭിമാനമാവും. അഭിമാനം? ഞാനിപ്പോൾ അവർക്കൊരു അപമാനം മാത്രമാണ്. ചിലപ്പോൾ എൻ്റെ മരണമായിരിക്കും അവർക്കൊരു ആശ്വാസം. എടാ നീ എന്ത് തേങ്ങയായി പറയണത്? ഈ സിനിമാക്കാരെ പറയുന്ന പോലെ അവിടെ ഇവിടെ തൊടാണ്ട് നീ കാര്യം പറ. ഈ ദൈവം എന്നൊക്കെ പറയുന്നത് വെറും കൽരൂപം മാത്രമാണ്. നീ വേണ്ടതൊന്നും പറയണ്ട. നീ വിചാരിക്കുന്ന പോലെ അല്ല. ആൾ ഇവിടെയൊക്കെ തന്നെ കാണും. കോപ്പാണ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ പോലെ ഒരു മകൻ ജനിക്കില്ലായിരുന്നു. എടാ ഇവിടെ ആരും അങ്ങനെ വെറുതെ ജനിക്കില്ല. ഇവിടെ ജനിച്ചിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഓ, നല്ല ഉപദേശം. താനാരാ? ദൈവത്തിൻ്റെ ദൂതനാ? നീ തൽക്കാലം അങ്ങനെ വിചാരിച്ചോ? നിന്റെ പ്രശ്നം പറ, ഞാൻ പരിഹരിച്ചു തരാം. എന്നെയാണ് എനിക്കൊരു 10 ലക്ഷം രൂപ. ഓ, പൈസയാണ് പ്രശ്നം. എടാ പൈസയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഞാനൊക്കെ ഒരു 10 വട്ടം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ചേട്ടൻ്റെ അത്ര തൊലിക്കട്ടിയൊന്നും എനിക്കില്ല. പിന്നെ ഇത് ചേട്ടൻ വിചാരിക്കണ പോലെ അല്ല. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ഓഹോ, ഏഞ്ചല്. അപ്പൊ അതാണ് പ്രശ്നം. പ്രണയം വീട്ടിലറിഞ്ഞു. ഒളിച്ചോടാൻ വേണ്ടി കാശില്ല. കാശില്ലാത്തതുകൊണ്ട് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ അവളെയും പോയി രക്ഷിക്കണം. അവളേത് പോലത്തില്? എൻ്റെ കഥയല്ലേ, ഞാൻ പറഞ്ഞോളാം. ശരി, നീ പറ. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രഷാണേ ക്രഷാണേ കണ്ണാണേ ഫിഷാണേ അഡ്രിനാലിൻ റഷാണേ ബ്ലഷാണേ ഗൂഗിളിൽ സെർച്ചാണേ മാപ്പിൽ റൂട്ടാണേ ഒടുവിൽ ചെന്നാലോ ഹട്ടാണേ വള്ളിച്ചെരുപ്പോ നടന്നു തേഞ്ഞേ സെല്ലിനകത്തെ കിളി പറന്നേ കണ്ണും നടച്ചാലരികെ നീയേ ഊണും കിടപ്പും ചടങ്ങായേ ലക്കാണേ ലൊക്കാണേ നെഞ്ചാകെ മൊഞ്ചാണേ ചല്ലാണേ ചില്ലാണേ നീ ചെപ്പിലെ മുത്താണേ ലക്കാണേ ലൊക്കാണേ നെഞ്ചാകെ മൊഞ്ചാണേ ചല്ലാണേ ചില്ലാണേ നീ ചെപ്പിലെ മുത്താണേ
പകലാകെ കുറുങ്ങിട്ട് ഇരവിൽ ഫോണില് ചാറ്റല് കടലാസിൽ മഷി പോലെ കരളെ നിന്നില് ചേരണ കമ്മായി മാനസം ഒന്നായി ചേരവേ എന്നെ തേച്ചിടാതെ മായ്ച്ചിടാതെ കൺമണി ഇന്നൻ വാനിലേ തിങ്കൾ പൂവു നീ വന്നെൻ രാവിലാകെ തൂനിലാവു തൂകി നീ മങ്ങാതെ മായാതെ എന്നാളും കണ്ണോരം കൂടെ നീ കണ്ണീരും തേനാക്കും പെണ്ണാളേ ക്രഷാണേ ക്രഷാണേ കണ്ണാണേ ഫിഷാണേ അഡ്രിനാലിൻ റഷാണേ ബ്ലഷാണേ ഗൂഗിളിൽ സച്ചാണേ മാപ്പിൽ റൂട്ടാണേ ഒടുവിൽ ചെന്നാലോ ഹട്ടാണേ വള്ളിച്ചെരുപ്പോ നടന്നു തെഞ്ഞേ സെല്ലിനകത്തെ കിളി പറന്നേ കണ്ണും നടച്ചാലരികെ നീയേ ഊണും കിടപ്പും ചടങ്ങായേ എല്ലോ കാണേ നെഞ്ചാകെ മൊഞ്ചാണേ ചല്ലാണേ ചില്ലാണേ നീ ചെപ്പിലെ മുത്താണേ ലക്കാണേ ലക്കാണേ നെഞ്ചാകെ മൊഞ്ചാണേ ചല്ലാണേ ചില്ലാണേ നീ ചെപ്പിലെ മുത്താണേ ചെപ്പിലെ മുത്താണേ നീ ചെപ്പിലെ മുത്താണേ എന്നിട്ട് ഞാൻ അവളോട് കുറച്ച് ഫോട്ടോസ് ചോദിച്ച് അത് കുറച്ച് മറ്റേ ഫോട്ടോസ് ആയിരുന്നു. മറ്റേതോ? അതന്നെ. പക്ഷെ ഒരു ദിവസം അവളുടെ അമ്മളുടെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസ് വെക്കി ആകെ സീനായി. എടാ നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം ഇതാണ്. ഏതെങ്കിലും ഒരു പെണ്ണൊന്ന് ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഫോട്ടോ ചോദിക്കും. ഒന്ന് തെറ്റിയാലോ ഫോട്ടോ നെറ്റിലിടുക, തോക്കെടുക്കുക, ആസിഡ് ഒഴിക്കുക. എന്നിട്ട് അതിനുശേഷം 1-2 വട്ടം ഞാൻ അവളെ കാണാൻ ശ്രമിച്ചു. സ്കൂൾ വരെയൊക്കെ പോയി നോക്കി, പക്ഷെ സ്കൂളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ച് അവരത് പോലീസ് കേസാക്കുമെന്ന് പറഞ്ഞു. പോലീസ് കേസോ? എന്തിന്? അവൾക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പോക്സോ. അങ്ങനെ അവളുടെ അപ്പം കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തന്നെ എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അപ്പൻ എൻ്റെ ഭാവി ഓർത്ത് എവിടെ നിന്നൊക്കെയോ നുള്ളിപ്പറിക്കി ആ പൈസ കൊടുത്ത് ഒത്തീർപ്പാക്കി. എല്ലാം സോൾവ് ആയല്ലോ, പിന്നെന്താ പ്രശ്നം? ഏട്ടാ, എൻ്റെ കഥ ഇൻട്രവൽ ആയിട്ടുള്ളൂ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ അപ്പൻ എന്നെ ഒന്ന് വഴക്ക് പറയുകയോ തല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടനറിയോ, ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് 6-7 മാസമായി. ഇതിനിടയിൽ 1-2 വട്ടം അവളെന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കുക. പക്ഷെ ഒരിക്കൽ പോലും അവളെ കാണാനോ വിളിക്കാനോ ഞാൻ നിന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അവളുടെ വീട്ടിൽ നിന്ന് വീണ്ടും വിളിച്ചു. ഹലോ ഹലോ, ഞാൻ പറയുന്നൊന്നും കേൾക്കണം. ഞങ്ങൾക്ക് ഇതിൽക്കുള്ളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. ഹലോ ഹലോ. എന്താ എന്താ ഏട്ടാ? അവരാ വിളിച്ചേ. ആര്? ആ പെങ്കൊച്ചിന്റെ. അവർക്ക് 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ അവരെ കേസ് കൊടുക്കുമെന്ന് തന്നെ പറയുന്നേ. ഉണ്ടായിരുന്ന എല്ലാം നുള്ളിപ്പിറക്കി എടുത്തിട്ട് അവർക്ക് 5 ലക്ഷം കൊടുത്ത്. ഇനിയിപ്പൊ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അവർക്കൊരു മര്യാദയില്ലേ? അവരെ പറഞ്ഞിട്ട് എന്താടി കാര്യം? അവരാ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോന്റെ ഭാവിയാ പോകാൻ പോകുന്നത്. പിന്നെ അവരെന്തോ വെച്ചാലും നമ്മൾ കൊടുത്തേ പറ്റൂ. പക്ഷേ എങ്ങനെ? എനിക്കറിയില്ല.
എന്റെ ദൈവമേ, ഈ കുരുത്തം കിട്ടാൻ കാരണം ഒരു സമാധാനം ഇല്ലാണ്ടായല്ലോ. ഭാരതി, നീ വിഷമിക്കണ്ട. അപ്പനല്ലേ നിന്റെ കൂടെ. ഞാൻ എങ്ങനെയെങ്കിലും അവർക്ക് പൈസ എത്തിച്ചു കൊടുക്കൂടാ. അപ്പൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കേറെ കേസ് കൊടുക്കാൻ സമ്മതിക്കൂടാ. നീ വെറുതെ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. പരീക്ഷ അടുത്ത് വരാൻ പോയല്ലേ, നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കേ. പിന്നെ ഫോണിന്റെ കാര്യമല്ലേ, അതും പരീക്ഷ കഴിയുമ്പോൾ അമ്മ തിരിച്ചു വരുവാടാ കേട്ടാ. ഉഷാറായിട്ടിരിക്കേ. ആ മോഹന, നാളെ 11 മണിക്ക് ഒരു വീടും സ്ഥലം നോക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ വിലക്ക് കച്ചവടം ഉറപ്പിക്കാം. ഹലോ ഹലോ മോഹന, ഹലോ ഹലോ. ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ കാരണം നിങ്ങൾക്ക് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളിനി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കരുത്. അത് വെറും കല്ലാണ്. അല്ലായിരുന്നെങ്കിൽ എന്നെപ്പോലൊരു മകൻ നിങ്ങൾക്ക് ജനിക്കില്ലായിരുന്നു. ഞാൻ പോവാ. ഞാൻ കാരണം നിങ്ങൾ ഇനി വിഷമിക്കില്ല. അച്ഛ, അമ്മ. അവൻ്റെ അച്ഛൻ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ആ മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഇനി ഏട്ടൻ തന്നെ പറ, ഞാൻ മരിക്കണേനല്ലേ നല്ലത്. വിട്. എടാ, നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവം ആദ്യം കുറേ സങ്കടങ്ങൾ മാത്രമേ തരൂ. അതൊക്കെ അതിജീവിച്ച് ചെല്ലുമ്പോൾ പുള്ളി നമുക്ക് വേണ്ടി വലിയ വലിയ സന്തോഷങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആ സന്തോഷങ്ങളിൽ നമുക്കുണ്ടായ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ വെറും തമാശകളായിട്ട് മാത്രമേ തോന്നൂ. ഡയറക്ടർ സാഹിത്യമൊക്കെ ഇറക്കി തുടങ്ങിയില്ല. പോടാ നീ എണീക്ക് പോ. എങ്ങോട്ട്? അതൊക്കെ പറയാം, നീ വാ. പോ. ഈ കോലത്തിലാ? പെട്ടെന്നിറങ്ങ്, സമയാവാറായി. ഒരു ജോഡി ഡ്രസ്സോടെ എടുത്തോ. ദീർഘവീക്ഷണം. എടാ, അവളുടെ വീട് എവിടെ? ആരുടെ? ഏഞ്ചലിന്റെ. അതാ, അത് ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. 50 കിലോമീറ്റർ? ആ. നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോയാലോ? എന്റെ പൊന്നേട്ടാ, അങ്ങോട്ടൊന്നും പോവണ്ട, വെറുതെ പ്രശ്നമാവത്തുള്ളൂ. എന്റെ അച്ഛൻ അവരെ കൈയും കാലും കുറെ പിടിച്ചതാ.
ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ കേസ്, അതാ അവര് പറയണേ. എടാ, ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അവരുമായിട്ട് സംസാരിച്ച് നോക്കാം. ഏട്ടന് വട്ടാണോ? കുറച്ച്. ആരോ ആരോ ദൂരെ പാകുമീ വഴി, തേടി തേടി നാമോ പായുമീ ഗതി, ദൂരം ചേരാതെങ്ങോ തോരുമീ കടൽ, കാലം കാണേ നമ്മെല്ലാറുമോ കനൽ, രാവായി നീരും താരം പോലും അരികാലുരുകേ അകമേ തെളിയേ, നേരിൽ കാണും ലോകം മുൻപേ പല നാളകലേ ഇനിയോ അരികെ. ഓ ഓ കാലങ്ങൾ നോവായി നീങ്ങുമ്പോൾ പോരാടിയാടും ജന്മങ്ങൾ, കാണാതെ ഉള്ളം പൊള്ളുമ്പോൾ ചായും തോൾ നൽകും രൂപങ്ങൾ, പാതകളൊരു പിടി ഓർമ്മകളാൽ കാത്തിടുമിരുമിഴി പാർത്തിടുവാൻ, കനലാടേ കനവാലേ ഇനി നാം അണയാതെരിയാം. ആരോ ആരോ ദൂരെ പാകുമീ വഴി, തേടി തേടി നാമോ പായുമീ ഗതി, ദൂരം ചേരാതെങ്ങോ തോരുമീ കടൽ, കാലം കാണേ നമ്മെല്ലാറുമോ കനൽ, രാവായി നീറും താരം പോലും അരികാലുരുകേ അകമേ തെളിയേ, നേരിൽ കാണും ലോകം മുൻപേ പല നാളകലേ ഇനിയോ അരികെ. ഓ ആ ലിസി, പറയടി. ജിജോ നീ എവിടെയാ? ഞാൻ ദേ ഒരാളെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. മീറ്റിംഗ് വല്ല ആണോ? അല്ലല്ല, ഞാൻ ഒരു പയ്യനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. നീ നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാനൊന്നും ഉണ്ടാക്കാതല്ലേ ഇങ്ങോട്ടേക്ക് പോന്നേ. അല്ല, അത് കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. ജിജോ നാളെ നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്താ ലിസി, എന്ത് പറ്റി? ഒന്നുമില്ല, നീ നാളെ ഇങ്ങോട്ടേക്ക് വാ. പിന്നെ രാവിലെ പറഞ്ഞതിന് സോറി. അതൊന്നും സാരമില്ലടി, നീ പറഞ്ഞാ ശരി, എൻ്റെ ഭാഗത്ത് തെറ്റ്. ലിസി, സോറി കേട്ടോ. നീ വാ ഇങ്ങോട്ടേക്ക്. ആ ശരിയടി. വൈഫായിരുന്ന ലിസി അടിയായിരുന്നു അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതാ. നിങ്ങൾ എന്നാ കേട്ടോ ആദ്യമായിട്ട് അടി ഉണ്ടാക്കണേ? എന്താട്ടോ ചിരിക്കണേ? ലിസി വെറുതെ കളിക്കരുത്, അധികം വന്ന്. നിനക്കെന്താ ഭ്രാന്താണോ? നിനക്കാടാ ഭ്രാന്ത്? ദൈവം ഇല്ലാന്ന് പറഞ്ഞ എഴുതി വെച്ചേക്ക ഒരു ഊള സ്ക്രിപ്റ്റ്. എന്നാ പിന്നെ നീ കത്തിച്ചു, എന്റെ കയ്യിൽ വേറെ കോപ്പി ഉണ്ട്. ആ കോപ്പി ഉണ്ടോ? കോപ്പ രാവിലെ കാപ്പി വെച്ചേ. എന്നാലും ലാപ്ടോപ്പിൽ സോഫ്റ്റ് കോപ്പി ഉണ്ട്. ജിജോ, ഈ പടം എടുത്താ എന്തായാലും പൊട്ടും. അതിന് ഈ പടം സംവിധാനം ചെയ്യുന്നത് നിന്റെ തന്ത നടുവത്താണി ജോസ് അല്ല, ഇട്ടിക്കുന്ന് വർക്കിയുടെ മകൻ ജിജോയാണ്. ആണല്ലേ? ലിസി വേണ്ടോ? എടാ, ഞാൻ പറയുന്നത് ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട. സംഭവം ലിസി ഞാനും കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കിട്ടിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ ഞാൻ ഒരു തവണ പോയി അവളെ വിളിച്ചാൽ അവൾ അപ്പം തന്നെ എൻ്റെ കൂടെ ഇറങ്ങി വരും. അതവൾക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസം കൊണ്ടാണ്. ഈ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും കാണിക്കേണ്ടത്
ഇങ്ങനത്തെ ഉള്ള ഫോട്ടോസ് ചോദിച്ചിട്ട് അയച്ചിട്ടൊന്നുമല്ല, മനസ്സിലായോ? ചേട്ടാ ഈ ലെഫ്റ്റിൽ വീളാം. ഈ കാണുന്നു. നീ പറഞ്ഞോട്ടെ, ഞാൻ വരാം. ആരായിരുന്നു? എൻ്റെ പേര് ജിജോ. ആ സംവിധായകൻ ജിജോ. ആ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന്റെ ആദ്യത്തെ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടായിരുന്നു. രണ്ടാമത്തെ പടത്തിന് പോയപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പോയി. സാറിനെ നന്നായിട്ട് അറിയാം. ഇവിടെ എന്താ സാറേ ലൊക്കേഷൻ നോക്കാൻ? എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്നോടോ? അതെ. വരൂ വരൂ, ഇരിക്കൂ. എന്തായിരുന്നു? എന്താണെങ്കിലും പറഞ്ഞോ. എന്താ? ഞാൻ വിഷ്ണുവിന്റെ ഫ്രണ്ടാണ്. ഏത് വിഷ്ണുവിന്റെ? ഏഞ്ചലിന്റെ. അതെ, അവനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ സാർ ഇവിടെ നിൽക്കണമെന്നില്ല. സാർ എന്തറിഞ്ഞിട്ടാണ്? ചേട്ടാ, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് മൊബൈലിലേക്ക്. പറയുമ്പോൾ വെറും 5 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷെ ലോകം മുഴുവനും അവരുടെ വിരൽത്തുമ്പില്ല. അപ്പോൾ അവര് അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അവരെ മുറി കയറി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് പല തെറ്റുകളും അവർക്ക് സംഭവിക്കും. അതുപോലൊരു തെറ്റാണ് ഇവർക്ക് സംഭവിച്ചത്. പിന്നെ തെറ്റ് ചെയ്തത് അവൻ മാത്രമല്ലല്ലോ, മോളും ചെയ്തില്ലേ. ഇത് സംസാരിച്ച് തീർക്കാവുന്നൊരു കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അത് വെച്ച് മോളുടെ പേര് യൂസ് ചെയ്തിട്ട് കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്താണ് എന്താണെന്ന് താൻ എന്തറിഞ്ഞിട്ടേ പറയണത്? എന്താ നടന്നത് നിങ്ങൾക്ക് അറിയില്ല. അറിഞ്ഞെങ്കിൽ താൻ ഇങ്ങനെയല്ല സംസാരിക്കാം. എനിക്കറിയാവുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നിങ്ങൾ ചെയ്തത് തെറ്റല്ല. താൻ ഒരു ചുക്കം പറയണ്ട. താൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏഞ്ചലിനെ വിളിക്കുക, അവള് പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഏഞ്ചലിനെ വിളിക്കുക, അവളോട് ചോദിക്കുക. വാട്ടം പോവാ, ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. വാ. താൻ ഈ ചെറുക്കനെയും കൂട്ടി വീട്ടിൽ കയറി വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പറയുന്നത്? എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ അപ്പൊ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ പൈസ വെച്ചപ്പോ ആ ഫോട്ടോ ഷെയർ ചെയ്യുന്നു പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്തായിരുന്നു. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. എടാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മകളെ കൊണ്ട് കാശുണ്ടാക്കാൻ നടക്കുന്നവര് കാര്യമില്ലാതെ മിണ്ടിപ്പോകരുത്. നിർത്തോ. എനിക്ക് വേണ്ടി എന്റെ പപ്പ പൈസ വാങ്ങിയേ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഓപ്പറേഷൻ അധികം നീട്ടി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. നിങ്ങൾ എത്രയും വേഗം ക്യാഷ് അടച്ച് നെക്സ്റ്റ് വീക്ക് തന്നെ ഓപ്പറേഷൻ ഫിക്സ് ആക്ക്. അങ്ങനെ ചെയ്യാം. പിന്നെ അതുവരെ മോളുടെ മെഡിസിൻസ് മുടക്കരുത് കേട്ടോ. ശരി ഡോക്ടർ. ശരി. അതെ, അടുത്ത ആഴ്ച തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാം കൂടെ കൂട്ടിപ്പെറുക്കിയ 10 ലക്ഷം രൂപയുണ്ടാവും. ബാക്കിക്ക് നമ്മൾ എന്താക്കും? നിങ്ങൾ ആരോടൊക്കെയോ ചോദിച്ചിട്ടില്ലേ? എവിടെന്നെങ്കിലും കിട്ടും. ഞാൻ പിന്നെ വിളിക്കണം. ആളിയാ പിന്നെ ആളിയെ ഞാൻ പറഞ്ഞ 10 ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമാധാനായി. അപ്പൊ 25 ഇനി 5 കൂടെ വേണം. അതിനിപ്പോ ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ്. ഇനി എന്നെ കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നല്ലോ കേട്ടോ. പിന്നെ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ട് വന്നേക്കണേ. എന്താണേലും പറഞ്ഞോ. എൻ്റെ അളിയത് വേറൊന്നുമല്ല, നമ്മുടെ ഏഞ്ചൽ മോളുടെ ചെക്കനില്ലേ, അവൻ്റെ അപ്പനെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ അയച്ചു തന്നില്ലെങ്കിൽ അവനെതിരായിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. മകന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരെ എവിടെ നിന്നായാലും പൈസ ഒപ്പിച്ചാലായിരിക്കില്ല. നീ എന്ത് തോന്നിയ നീ പറയണത്? ഞാൻ എന്റെ മോളെ വെച്ച് വല്ല പറയണമെന്നോ? ആണോ? അളിയ തെറ്റും ശരിയും നോക്കേണ്ട സമയമല്ല, കുറച്ച് ദിവസം കൂടിയുള്ള ഓപ്പറേഷന്. അളിയൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കേ. മോളെ മോളെ ഒന്ന് വന്നേ. എന്റെ മോളെ ഇല്ലോട്ടപ്പ മാർപ്പോ
എനിക്കത് കണ്ടേക്കാൻ വയ്യ. അളിയനെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അന്ന് ഏതൊരു അച്ഛനെയും പോലെ അന്ന് എനിക്ക് എൻ്റെ മോളുടെ ജീവനായിരുന്നു വലുത്. അതുകൊണ്ട് തെറ്റും ശരിയൊന്നും ഞാൻ നോക്കിയില്ല. എങ്ങനെയെങ്കിലും എനിക്ക് പൈസ കിട്ടിയാൽ മതിയായിരുന്നുള്ളൂ. ആ ഓപ്പറേഷൻ വേണ്ടി തന്നെയാണോ വീണ്ടും 10 ലക്ഷം രൂപ ഉപയോഗിച്ചത്? 10 ലക്ഷോ? ആര് ചോദിച്ചു? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? നിങ്ങൾക്കറിയില്ലല്ലേ? നിങ്ങൾ വീണ്ടും കാശ് ചോദിച്ചുകൊണ്ടാണ് കുടുംബത്തിനൊരു ഭാരമാവാതിരിക്കാൻ പുഴയിൽ പോയി ചാടിയത്. ആ സമയത്ത് അവനെ ആദ്യമായിട്ട് കാണുന്നത്. കാര്യങ്ങൾ കേട്ടപ്പോ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമുള്ളെന്ന് തോന്നി. ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ ആരെയും വിളിച്ച് പൈസ ചോദിച്ചിട്ടില്ല. പിന്നെ ഇത് ആരാ ചോദിച്ചത്? ഇനി പെന്നി എന്താളിയാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഇവനെന്താ ഇവിടെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇവന്റെ അപ്പനോട് വീണ്ടും പൈസ ചോദിച്ചോ? അളിയാത് ഞാൻ പറയുന്ന ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞോ നിന്നോട് ചോദിക്കാൻ? തുറന്നു പറയണ. ഞാൻ പറഞ്ഞോ. അളിയൻ കാര്യം മനസ്സിലാക്കാൻ ഒന്നും സംസാരിക്കരുത്. മകളുടെ ഓപ്പറേഷൻ 10 ലക്ഷം രൂപ ഉണ്ടെന്നാ. അത് ഞാൻ വേറൊരാളെന്ന് കടം വാങ്ങിയതാ. തിരിച്ചു കൊടുക്കാനുള്ള അവധി പറഞ്ഞ് മടുത്ത മനുഷ്യൻ. അപ്പൊ നനഞ്ഞടം കുഴിക്കാന്നല്ലേ? ഇവന്റെ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാല് കാശൊക്കെ തരുമല്ലോ. എന്റെ സുഹൃത്ത് എന്റെ അവസ്ഥ അതായിരുന്നു. വേറെ വഴിയുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ അച്ഛനെ വിളിച്ചത്. അയാളാണ് വിളിക്കണം. ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്? നമുക്ക് സംസാരിച്ച് നോക്കാം. അത് നടക്കില്ല. ഞാൻ ഒരുപാട് സംസാരിച്ച് നോക്കിയതാണ്. ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് ചിലരയാളുടെ. മാത്രമല്ല അയാൾ വേറെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്കാന്ന്. കാര്യം പറഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് അയാളുടെ വീടറിയാമോ? വീടറിയാം. എന്നാ പിന്നെ നമുക്ക് പോയി നേരിട്ട് സംസാരിച്ച് നോക്കാം. ഓടാ. ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് യൂറിനിൽ ബ്ലഡ് കണ്ടെന്നും പറഞ്ഞ് അധ്യാപകർ ആശുപത്രി കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഈ കുട്ടി പറയാണ്, ഞാൻ 10 പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടെന്ന്. അധ്യാപകർ പേടിച്ചു. അവർ നേരെ വണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ഈ കുട്ടി പിന്നെയും പറഞ്ഞു, ഞാൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന്. മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കുട്ടി പോയി. അതിന് കാരണം പറഞ്ഞത് എന്തെന്നറിയാമോ? ഇവളുടെ കാമുകൻ ഇവളെ വേണ്ടാന്ന് പറഞ്ഞത്രേ. ഈ മക്കളൊന്നും രക്ഷിതാക്കളെ കുറിച്ച് ആലോചിക്കാത്ത എന്താണ് സാറേ? സ്വന്തം മക്കൾ നമ്മളെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസമാണ് ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് നശിപ്പിക്കുന്നത്.
ഷിബു സാറേ, എന്റെ ബെന്നി എത്ര വിളി വിളിച്ചു ബെന്നിനെ. അത് സാറേ. ആ താനോ? സാറെന്താ ഇവിടെ? ഇത് തന്റെ വീടാണോ? അതെ, എന്റെ വീടാ. 4 പടം കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ സെറ്റപ്പ് അങ്ങ് മാറിയല്ലോ. കാറ്, വീട്, നല്ല കൊയ്ത്താണല്ലേ? അത് പിന്നെ ഇങ്ങനെ അറിയാലോ, ദൈവഭാഗ്യത്തിന് ഇങ്ങനെ നമ്മള് ദൈവം തരുന്നതാണല്ലോ. തനിക്കേ ഇവനൊരു 10 ലക്ഷം രൂപ തരാനുണ്ടോ? അതെ, എനിക്കാണ് 10 ലക്ഷം രൂപ തരാനുള്ളത്. എടോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഓപ്പറേഷന് കാശ് കൊടുത്തിട്ട് അത് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഭീഷണിയല്ലേ? എടോ, ഇത്രയൊക്കെ ഉണ്ടാക്കില്ല, നാണമില്ല തനിക്ക്. സാർ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എടോ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ സംസാരിക്കുന്നത്. ഒരു ഗതിയില്ലായിരുന്നു നിന്നെയൊക്കെ പ്രൊഡക്ഷൻ കളറാക്കി എന്നെ വേണം അടിക്കാൻ. മനസാക്ഷി ഇല്ലാത്ത ചെറ്റ. മനസാക്ഷി ഇല്ലാത്ത ചെറ്റ ഞാൻ? സാറിനാണ് മനസാക്ഷി ഇല്ലാത്തത്. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 10 ലക്ഷം രൂപയാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. ആ കാശ് ചോദിച്ചല്ലേ സാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. ഹലോ. ഹലോ സാറേ, ഞാൻ മിസ് കോൾസ് ഒക്കെ കണ്ടിരുന്നു. ഷിബു, കാശിന്റെ കാര്യം എന്തായി? എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം കൂടി വേണം. ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് അവിടെ എത്തിക്കാം. എടോ, കാശ് എനിക്കിപ്പോ കിട്ടിയാൽ മൊത്തത്തിൽ എന്റെ പ്രശ്നവും തീരാൻ പോകുന്നില്ല. പക്ഷെ അതിപ്പോ കിട്ടിയാലേ തൽക്കാലം എനിക്കൊന്ന് പിടിച്ചേക്കാൻ പറ്റൂ. താനൊന്ന് മനസ്സിലാക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കാം സാറേ. ഞാൻ വിളിക്കാം. അല്ല, ഞാൻ കൊച്ചിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു സാറേ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ തന്നെ എടുത്തു കൊടുത്തേനെ. ഇതിനാണല്ലേ ഞാൻ തന്നെ പോണമെന്ന് പറഞ്ഞത്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇനി ഇവൻ നിങ്ങളോട് 10 ലക്ഷം രൂപ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ചോദിച്ചില്ലെങ്കിൽ എന്താ സാറേ, സന്തോഷമല്ലേ ഉള്ളൂ. തനിക്കാണോ കാശ്? എനിക്ക് എന്തിനാ സാറേ കാശ്? എനിക്ക് ചോദിക്കാൻ ബക്കറ്റില്ലേ. ഇനി നിനക്ക് മരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ലട്ടോ. എന്നാ 10 ലക്ഷം രൂപ ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇനി അതിനെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സാറേ, ഒരു മിനിറ്റ് ഒന്ന്. സാറേ, എന്ത് മണ്ടത്തരായി കാണിക്കണേ? 10 ലക്ഷം രൂപയ്ക്ക് ഒറ്റയടിക്കുന്നതിനെ വേണ്ടെന്ന് വെക്കണേ. എടോ, ഈ പേരിൽ ആ പയ്യനെങ്ങാനും മരിച്ചാലേ ദൈവം എന്നെ വെറുതെ വിടൂല. എന്ത് വിട്ടിത്തരാണ്, എന്ത് അന്ധവിശ്വാസമാണ് സാറേ. എടോ, അത് എനിക്ക് അറിയാത്തതുകൊണ്ടാ. ഈ 10 രൂപ ഞാനിപ്പോ മറന്നാല് പുള്ളിക്കാരൻ എന്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാ? അപ്പൊ സയൻസ് ശാസ്ത്രമൊക്കെ പോയോ? രണ്ട് പടം പൊട്ടിയപ്പോഴേക്കും വട്ടായി പോയെന്നാ തോന്നുന്നേ. ഈ സെൻസർ വെച്ച ഗേറ്റ് ആരാ തുറന്നേ? ശരി. അപ്പൊ ശരി ചേട്ടാ, ഒരു മിനിറ്റ്. അച്ഛ, തെറ്റാണെന്നറിയാം. എന്നോട് ക്ഷമിക്കണം. പോട്ടെ. ശരി.
എന്തിനാ ഇനി മസിൽ പിടിച്ചിരിക്കുന്നത്? ഞാൻ എഴുതി വെച്ച കത്തച്ഛൻ കണ്ടാലെന്താ? അതൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. എന്തായാലും അച്ഛനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. നീ പേടിക്കണ്ട. എടാ പേടിക്കണ്ടെന്ന്, ഞാൻ സംസാരിച്ചോളാം. നീ ഇതെവിടെ പോയതാടാ? നീ എവിടെ ആയിരുന്നടാ? എവിടെയൊക്കെ അന്വേഷണം അറിയാം നിന്നെ? ഞാനിപ്പോ പോലീസ് സ്റ്റേഷൻ വരെ വിളിച്ചു പറഞ്ഞിട്ട് നിൽക്കുക. ചേട്ടാ ഒരു മിനിറ്റ്. എടാ നീ അകത്തേക്കില്ല. സാർ നിങ്ങൾ ഇവനെ എങ്ങനെ? ചേട്ടാ അവനൊരു ചെറിയ മണ്ടത്തരം കാണിച്ചു. നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് ഓർത്ത് അവൻ ആത്മഹത്യക്ക്. സാറേ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുന്നു പേടിച്ചിട്ട് തന്നെയാ. അവൻ തെറ്റിയെന്ന് അറിഞ്ഞിട്ടും അവനൊന്ന് വഴക്കുറയോ അടിക്കുമല്ലോ ഞാൻ ചെയ്തിട്ടില്ല. സർ അവന് വിഷമം വരാതിരിക്കാണ്ട് അവന്റെ മുഖത്തോക്കി ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പൈസ കൊടുക്കാന്ന് വരെ ഞാൻ പറഞ്ഞതാ. ഞാൻ കൊടുക്കും സാർ, ഞാൻ കൊടുക്കും. ആരെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ ഈ പൈസ കൊടുക്കും. എനിക്ക് എന്റെ മോനാ സാർ വലുത്. ചേട്ടൻ ഇനി പൈസയ്ക്ക് വേണ്ടിയൊന്നും കഷ്ടപ്പെടണ്ട. ഞാനത് സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അവരിനി കേസിനൊന്നും പോകത്തില്ല. സാർ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടാ എല്ലാം ഓക്കെ ആയിട്ട് വിഷ്ണു തന്നെ പറയും. അല്ലെങ്കിലും ദൈവം അവനെ പെട്ടെന്ന് കൊണ്ടുപോകത്തില്ല സാറേ. സാറിനറിയോ, ജനിച്ചപ്പോ അവനെ കിട്ടത്തില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞേ. അവന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, ചെയ്യാത്ത നേർച്ചകളില്ല. പക്ഷെ 25-ാം ദിവസം എന്റെ ഈ കൈവെള്ളയില് അവനെ തിരിച്ചു വെച്ചെന്ന് സാറേ. സാർ നോക്കാത്തിരുന്ന പറ എടി മാറിതേ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലടാ. എല്ലാം പെട്ടെന്ന് ശരിയാക്കിയല്ലോ. ഇനി ഞാൻ എൻ്റെ വാക്ക് പാലിച്ചില്ല എന്ന് വേണ്ട. കോൾ എടുക്ക്. ദൈവമേ, എൻ്റെ ആഗ്രഹം സിനിമയല്ല. എനിക്ക് വേറൊരു കാര്യം ചെയ്തു തന്നാൽ മതി. നീ ആദ്യം പറഞ്ഞ ആഗ്രഹമല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്തു തരാൻ സാധിക്കില്ല. അത് ഒരു തെറ്റ് പറ്റിപ്പോയത്. എനിക്ക് അതല്ല വേണ്ടത്. പിന്നെ എനിക്കെൻ്റെ മോളൊന്ന് സംസാരിച്ച് കേട്ടാൽ മതി. അത് നടക്കില്ല ജിജോ. അത് അവളുടെ വിധിയാണ്. ആ വിധി മാറ്റാൻ നിനക്കൊരവസരം ഉണ്ടായിരുന്നു.
പക്ഷെ അപ്പോഴും നീ നിന്റെ സ്വാർത്ഥ സ്വഭാവം കാണിച്ചു. നിന്നോട് ഞാൻ 1000 വട്ടം ചോദിച്ചു നിന്റെ ആഗ്രഹം എന്തായിരുന്നു. അപ്പോഴും നിനക്ക് നിന്റെ കാര്യം മാത്രം. ലിസി പറഞ്ഞാൽ എന്താണ് തെറ്റ് ജിജോ? നിന്റെ സിനിമാ തിരക്കുകൾക്കിടയിൽ നീ അവർക്ക് വേണ്ടി എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നിന്റെ സിനിമകൾ വിജയിച്ചാലും ജീവിതത്തിൽ നീ പരാജയപ്പെട്ടവനാണ്. ഒരു ഭർത്താവ് എന്നതിലുപരി ഒരച്ഛൻ എന്ന നിലയിൽ. ചേട്ടാ, കൺമണി ഞാനിനി തഴുകാനറിയാ വിരലായി കൺകളിൽ കടലായി നീ അതിരായഴകായി ഒഴുകേ നെഞ്ചുരുകണ നോവിൽ പെയ്തലിയണ നീർ നീ എന്നോടലുയരാമെൻ വാഴ്വെന്നിധിയേ കണ്ണൊഴിയണ നേരം കുഞ്ഞിളമേയാൽ നീ വന്നടയുമി നെഞ്ചം തീരാതരികെ മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. കൺമണി ഞാനിനി തഴുകാനറിയാ വിരലായി കൺകളിൽ കടലായി നീ അതിരായഴകായി ഒഴുകേ ഞാൻ എന്നെ തേടുന്ന കാലങ്ങളിൽ ജീവന്റെ ആഴം നീ ചായും പോലെ ഒരു നാളമായി നേർന്നെറിഞ്ഞുവോ മൃദുശ്വാസമായി മാറലിഞ്ഞുവോ തോരാതെ വാനിൽ വിങ്ങുമ്പോഴും നീളാതെ രാവെല്ലാം നീളുമ്പോഴും ഇടനെഞ്ചമാരെ പുൽകി മാഞ്ഞിടും നിറകൺകളാരെ ചിമ്മിയോതിടും ഇനി വരും പകലിൽ ഞാൻ തിരയുമി വരമായി ഇരവുകൾ നിറയും നിൻ ചിരിയുടെ മൊഴിയായി കാലമിതോ കാവലുപോൽ ചേരുന്നേ നീ എന്നുള്ളം. കൺമണി ഞാനിനി തഴുകാനറിയാ വിരലായി കൺകളിൽ കടലായി നീ അതിരായഴകായി ഒഴുകേ നെഞ്ചുരുകണ നോവിൽ ഇതലിയണ നീർ നീ എന്നോടലുയരാമെൻ വാഴ്വെന്നിധിയേ കണ്ണൊഴിയണ നേരം കുഞ്ഞിളമേയാൽ നീ വന്നടയുമി നെഞ്ചം തീരാതരികെ മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. ജിജോ നീ എവിടെ? ജിജോ എന്താ ജിജോ എന്താ കാര്യം? ലിസി, ദൈവം നിന്റെ മുമ്പിൽ പ്രതീക്ഷപ്പെട്ടൊരു വരം തരാന്ന് പറഞ്ഞാല് നീ ഏറ്റവും അത് എന്ത് ചോദിക്കും? നീ എന്താ ജിജോ പിച്ചുമ്പയും പറയുന്നേ? നീ പറ, നീ ഏറ്റവും അത് എന്താ ചോദിക്കാൻ പോകുന്നത്? നമ്മുടെ മോൾക്ക് സംസാരിക്കാൻ പറ്റണോന്നല്ലേ പറയാ? ഞാനത് ചെയ്തില്ല ലിസി. നീ എന്തൊക്കെയായി പറയുന്നേ?
പപ്പയോട് ക്ഷമിക്കുമോളെ. പപ്പാന്നൊന്ന് വിളിക്കുമോളെ, വിളിക്കുമോളെ പപ്പ, ഒന്ന് വിളിക്കുമോളെ പപ്പ. നീ എന്തൊക്കെ കാണിക്കുന്ന അവനോട് കൊച്ചിനോടാ വിളിക്കുമോളെ പപ്പ. ജിജോ, നീ എന്തായി കാണിക്കുന്ന? കൊച്ചിനെ പൊന്നുമോളല്ലേ, വിളിക്കുമോളെ, വിളിക്കുമോളെ പപ്പ. അത് ഇവ കണ്ണുവച്ചിട്ട് വന്നെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് പിടിച്ചു മാറ്റിക്കേ. നീ ഒന്ന് എഴുന്നേറ്റ. സിനിമ സിനിമ എന്നും പറഞ്ഞു നടന്നു ബോധമില്ലെന്ന് തോന്നുന്നു. എഴുന്നേക്കാണല്ലോ പറഞ്ഞു എന്നോട്. മിണ്ടാൻ പറ്റാത്ത കുഞ്ഞിനോടാണ് നീ സംസാരിക്കാൻ പറയുന്നത്. നീ അങ്ങോട്ട് മാറിയേ, അങ്ങോട്ട് മാറിയേക്ക്. മാറല്ല പറഞ്ഞത്, അങ്ങോട്ട് പോ. നീ അവിടെ മാറിയിരിക്കാം. മോള് കൺമണി ഞാനിനി തഴുകാനറിയാ വിരലായി കൺകളിൽ കടലായി നീ അതിരായി അഴകായി ഒഴുകേ. ഒന്നുകൂടെ വിളിക്കുമോളെ പപ്പാന്ന്. നെഞ്ചൊരുകണ നോവിൽ പെയ്തലിയണ നീർ നീ എന്നോടലുയരാമെൻ വാഴ്വിൻ നിധിയേ. കണ്ണൊഴിയണ നേരം കുഞ്ഞിളമയ്യാ നീ വന്നണയുമി നെഞ്ചം നീരാതരികേ. മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. മൗനം
ഞാനിനി തഴുകാനറിയാവിരലായി കൺകളിൽ കടലായി നീ അതിരായി അഴകായി ഒഴുകേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടോ എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണെന്ന്. ഇനി വരും പകലിൽ ഞാൻ തിരയും ഈ വരമായി ഇരവുകൾ നിറയും നിൻ ചിരിയുടെ മൊഴിയായി. കാലമിതോ കാവലുപോൽ ചേരുന്നേ നീ എന്നുള്ളം. എൻ്റെ സിനിമയുടെ കാര്യം ഒന്ന് റെഡിയാക്കി തന്നാൽ ഞാൻ പള്ളിയിൽ വന്നൊരു 5 റൗണ്ട് 3 റൗണ്ട് മുട്ടയിൽ നടന്നോളാം. എന്റെ മോളൊന്ന് സംസാരിച്ചു കിട്ടണേ ദൈവമേ. മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. മൗനം പാടുമ്പോ താരാട്ടാകാം ഞാൻ. തനിക്കുള്ള കോള. ഹലോ ജിജോ, എടാ നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചടാ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? എടാ നിന്റെ ഫാമിലി സബ്ജക്റ്റ് വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. എടാ എങ്കിൽ നമുക്ക് ഇരുന്നാലോ? നാളെ ഞാൻ കൊച്ചി വരുന്നുണ്ട്, നീ അങ്ങോട്ട് ഇറങ്ങ. മോനെ ജിജോ, നിന്റെ ജീവൻ തന്നെ വലിയൊരു കോമഡിയാണ്. അതൊരു സിനിമയാക്കിയ സൂപ്പർ ഹിറ്റാ. ജിജോ ഇതെന്താ ജിജോ? എങ്ങനെയാ നമ്മുടെ മോള് സംസാരിച്ചേ? ജിജോ ജിജോ ജിജോ
മഞ്ഞ് പോലെ വന്നിടുന്നു നിന്റെ സ്നേഹമേ വാനമേ ഹൃദയതാരമേ അരികെ ഓരോരോ നേരത്തും ചേരില്ലേ നീ. Tell me, Peter. നമ്മൾ ഈ ചെയ്യാൻ പോണത് ഒരുപാട് പേരുടെ ജീവനെടുക്കും. Still you want to do this? I don't care about any king lives. ഈ ലോകം അതിൻ്റെ കൈക്കുള്ളിലായിരിക്കണം. But Stephen, ഞാൻ പറയുന്നത് നീ അത് കുറച്ച് പാടല്ലടാ മോനെ. താനാരോടും who let you in? കാണാൻ കാത്തിരുന്നേ ഉള്ളിനുള്ളിൽ നിന്നെ തന്നെ ഓർത്തിരുന്നേ ഒരു തരി കനലായി ഉരുകി ഞാനേ ഒരു വഴി തരണേ നീയേ ഓ തെന്നി തെന്നി പമ്മി പായും ജീവിതമേ മുന്നും പിന്നും നോക്കാനില്ല തീ ചുഴിയാ ഇവനൊരു പിടിവള്ളി ഇനി നീയാണേ പിടിവിട്ട് കളയല്ലേ നീ കൂടെ നീയല്ലേ വീണേ പോകും ഞാൻ തുണയായി തണലേകാൻ നീയല്ലേ നേരല്ലേ നേരം പോകുന്നേ വേഗം വന്നോണേ ലോകം അമ്മാനം ആടിടും വീറല്ലേ നീ എങ്ങാണ് നീ എന്താണ് നീ ഇന്നോളം ഞാൻ കണ്ടതുമില്ലേ എന്നാലും നെഞ്ചാടിയും മന്നും മിന്നണ നീയേ ഓ ദൈവമേ മുകളിലെ വാനില് വാഴണ ദൈവമേ പൊന്നു ദൈവമേ